ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഞ്ഞൾ വിരിഞ്ഞ പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അതിനു മുമ്പ് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ന്യൂ ഇയർ ആശംസകൾ. അപ്പം ചിത്തിരയ്ക്ക് മല്ലികാമ്മയ്ക്കും ആ സമ്മാനം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ക്യാപ്റ്റൻ എത്തിയിരിക്കുന്നത്. അപ്പോൾ ക്യാപ്റ്റൻ്റെ അടുക്ക മല്ലികാമ്മ പറയുന്നുണ്ട്, ഞാൻ ആരുടെയും ഔദാര്യം സ്വീകരിക്കില്ല, എന്നാൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ എല്ലാ മാസവും വാടക തരാമെന്ന് പറയുക ചെയ്യുന്നത്. അപ്പോൾ ഉടനെ തന്നെ ക്യാപ്റ്റൻ പറയുന്നുണ്ട്, വാടക തരണമെന്നാണ് നിർബന്ധമെങ്കിൽ ശരി, എല്ലാ മാസം തന്നോളൂ, പക്ഷേ ആ പൈസ ഉപയോഗിച്ചത് ഇവർക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുത്തേരെ, എനിക്കതിൽ നിന്ന് ഒരു പൈസ പോലും വേണ്ട എന്ന് പറയട്ടോ ചെയ്യുന്ന ക്യാപ്റ്റൻ. പിന്നീട് താക്കോലെടുത്ത് ചിത്തിരയുടെ നേർക്ക് നീട്ടുന്നുണ്ട്. അപ്പോൾ ചിത്തിരയ്ക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. ചിത്തിര മല്ലികാമ്മ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും വാങ്ങിക്കൊള്ളാനായിട്ട് പറയട്ടോ ചെയ്യുന്നത്. അങ്ങനെ ക്യാപ്റ്റൻ്റെ കയ്യിൽ നിന്ന് ചിത്തിര ആ താക്കോല് വാങ്ങാട്ടോ ചെയ്യുന്നത്. ചിത്തിരയ്ക്കും ക്യാപ്റ്റനും മല്ലികാമ്മയ്ക്കൊക്കെ ഒരുപാട് സന്തോഷമാവുകയാണ് ചെയ്യുന്നത്. IAS ആകണമെന്നല്ലേ മോൾക്ക് ആഗ്രഹമുള്ളത്, അവൾക്ക് വേണ്ട ബുക്കുകളൊക്കെ ആ പണം കൊണ്ട് വാങ്ങിക്കുക, അല്ലാതെ അതിൽ നിന്നൊരു ചില്ലിക്കാശ് എനിക്കൊന്നും വേണ്ട എന്ന് പറയാട്ടോ ചെയ്യുന്ന ക്യാപ്റ്റൻ. എന്നിട്ട് ചിത്തിരയെ വിളിക്കുന്നുണ്ട്, കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് കേട്ടോ. എന്നിട്ട് വളരെ സ്നേഹത്തോടു കൂടി ചിത്തിരയെ കെട്ടിപ്പിടിക്കുകയും നന്നായി വരുമെന്ന് അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം ക്യാപ്റ്റൻ അവിടെ നിൽക്കാനായിട്ട് സാധിക്കുന്നില്ല കേട്ടോ. പിന്നീട് മല്ലികാമ്മ പറയുന്നുണ്ട്, മേം സാബ് എന്ന് പറയാട്ടോ ചെയ്യുന്നത്. അപ്പോൾ മല്ലികാമ്മയും കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ ക്യാപ്റ്റന്. അങ്ങനെ സങ്കടം സഹിക്കാനാവാതെ ക്യാപ്റ്റൻ അവിടെ നിന്ന് ഓടുക കേട്ടോ ചെയ്യുന്നത്. കാര്യം ചിത്തിരെ പിരിയാനൊന്നും ക്യാപ്റ്റന് കഴിയില്ല. ഉള്ളിൻ്റെ ഉള്ളിൽ അത്രത്തോളം സ്നേഹം ക്യാപ്റ്റൻ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നീട് തിരിഞ്ഞു പോലും നോക്കാതെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് കാറിൽ കയറിപ്പോകുന്നു. ചിത്തിരയ്ക്കും മല്ലികാമ്മയ്ക്കും അത് കാണുമ്പോൾ വലിയ സങ്കടം ആവുന്നുണ്ട് കേട്ടോ. പിന്നീട് ടാറ്റയൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ സന്തോഷകരമായ മുഹൂർത്തങ്ങളിലൂടെ കേട്ടോ കടന്നു പോകുന്നത്. അങ്ങനെ അവർക്കൊരു വീടും സ്വന്തമായിട്ട് കിട്ടുകയാണ് ചെയ്തത്. പിന്നീട് ശംഖു പറയുന്നുണ്ട് കേട്ടോ ക്യാപ്റ്റൻ്റെ അടുക്ക്, നീ ഇത്രയ്ക്ക് നല്ലവളാണെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല, ദേഷ്യപ്പെടുമ്പോഴും മറ്റും ചെയ്യുമ്പോൾ നിൻ്റെ ഉള്ളിൽ ഇത്രയും സ്നേഹമുണ്ടെന്ന് ഞാൻ കരുതിയില്ല എന്നൊക്കെ പറയുന്നു. അപ്പോൾ ക്യാപ്റ്റൻ ചെറു പുഞ്ചിരിയോടുകൂടി നിൽക്കുക കേട്ടോ ചെയ്യുന്നത്. നീ ഇപ്പോൾ ഈ ചെയ്തതുണ്ടല്ലോ, ഇതിലൂടെ ഈ ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും നല്ല സ്ത്രീയായി മാറിയത് ഇപ്പോൾ നീയാണെന്ന് പറയാട്ടോ ചെയ്യുന്നത്. നീ ഒരിക്കലും ഒരു വീട് കൊടുക്കുമെന്ന് ഞാൻ കരുതിയില്ല, അത് ചില്ലറ കാര്യമൊന്നുമല്ല ഒരു വീട് കൊടുക്കുകയെന്ന് പറയുന്നത്, പക്ഷേ അത് നിന്നെ കൊണ്ട് സാധിച്ചു എന്ന് പറയുക കേട്ടോ ചെയ്യുന്നത്. എന്താണെങ്കിലും എനിക്ക് ഭയങ്കര സന്തോഷമായി എന്ന് പറയുന്നു. ചിത്തിരെ പിരിഞ്ഞതിൽ എനിക്ക് വളരെ സങ്കടമുണ്ടെന്ന് ശംഖു പറയുന്നു. പക്ഷേ എനിക്കറിയാം രേണു, നിനക്ക് സങ്കടമുണ്ടെന്ന്, പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ നിനക്ക് ചിത്തിരയോട് ഇത്രത്തോളം സ്നേഹമുള്ളതുകൊണ്ട് മാത്രമാണ് നിനക്ക് ചിത്തിരെ വിട്ടുകൊടുക്കാനായിട്ട് കഴിഞ്ഞതെന്ന് പറയുന്നു. അപ്പോൾ ഉടനെ തന്നെ നീ സ്നേഹം ആദ്യമേ കാണിച്ചിരുന്നെങ്കിൽ ചിത്തിര നമ്മളെ വിട്ടു പോകില്ലായിരുന്നു എന്നും പറയാം കേട്ടോ ചെയ്യുന്ന ശംഖു. അപ്പോൾ ഉടനെ ക്യാപ്റ്റൻ പറയുന്നുണ്ട്, അല്ല ശംഖു, അവർ രണ്ട് ശരീരവും ഒരു ആത്മാവുമാണ്. ഞാൻ എത്ര സ്നേഹം കാണിച്ചാലും മല്ലികയെ തേടിപ്പോവും. ആ സ്ത്രീ ഇല്ലാതെ ചിത്തിരയ്ക്ക് ജീവിക്കാനായിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്കവരെ പിരിക്കാനും പറ്റത്തില്ല. അതുകൊണ്ടാണ്, അതെനിക്ക് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ ചിത്തിരയെ വിട്ടുകൊടുത്തതെന്ന് പറയാട്ടോ ചെയ്യുന്നത്. അപ്പോൾ ശംഖു പറയുന്നുണ്ട്, ഇനിയിപ്പോൾ ആരും വേണ്ട നമുക്ക്, എനിക്ക് നീയും നിനക്ക് ഞാനും മാത്രം മതിയെന്ന് പറയാട്ടോ ചെയ്യുന്നത്. പിന്നെ ഇടയ്ക്ക് വല്ലപ്പോഴും പോയി കാണാൻ ചിത്തിര ഉണ്ടല്ലോ എന്ന് പറയുന്നു. അത് ശരിയാ ശംഖു പറഞ്ഞതെന്ന് പറയുന്നു. ഞാൻ ഒരുപാട് ശംഖുവിനെ വിഷമിപ്പിച്ചിട്ടുണ്ട്, ദേഷ്യപ്പെടുക മാത്രമേ ചെയ്തിട്ടുള്ളൂ, ഒരിക്കൽ പോലും ഞാൻ സ്നേഹിച്ചിട്ടില്ല, ശാസിക്കുക ചെയ്തിട്ടേ ഉള്ളൂ എന്ന് പറയാട്ടോ ചെയ്ത്. ഇനി എനിക്ക് ശംഖുവിനെ സ്നേഹിക്കണമെന്നും പറയുന്നുണ്ട് കേട്ടോ ക്യാപ്റ്റൻ. എന്തായാലും ഞാനിന്ന് പോയിട്ടൊരു കവിത എഴുതുമെന്ന് പറയാട്ടോ ചെയ്യുന്ന ക്യാപ്റ്റൻ. കവിത എന്താണെന്ന് എനിക്കറിയാമെന്ന് പറയുന്നു. ഓ മൈ ശംഖു, ഐ ലവ് യു, ഇതല്ലേ കവിത എന്ന് പറയുന്നത്. എൻ്റെ എല്ലാ കവിതകൾക്കും ഒരേ വരിയാണല്ലോ, ഓ മൈ ഡാഡി, ലവ് യു ഡാഡി എന്ന് എഴുതിയതുപോലെ. അപ്പോൾ ഉടനെ ഇങ്ങനെ രൂക്ഷമായിട്ട് ക്യാപ്റ്റൻ നോക്കുക കേട്ടോ ചെയ്തു. ഇത് കാണുമ്പോൾ ശംഖു ഒന്ന് ഭയക്കുന്നുണ്ട് കേട്ടോ. ദൈവമേ, ക്യാപ്റ്റൻ്റെ സ്വഭാവം വീണ്ടും മാറിയോ എന്നുള്ള രീതിയിൽ. പിന്നീട് ഇതിൽ നിന്നങ്ങ് പൊട്ടിച്ചിരിക്കുക കേട്ടോ ചെയ്യുന്നത് ക്യാപ്റ്റൻ. അപ്പോൾ വന്നിട്ട് കളിയാക്കി ശംഖുവിനോട് പറയുന്നുണ്ട്, അയ്യേ ശംഖു പേടിച്ചു, ഞാനൊന്ന് കണ്ണുരുട്ടിയപ്പോഴത്തേക്കും പേടിക്കുന്ന ആളല്ലേ ശംഖു എന്നും പറഞ്ഞുകൊണ്ട് ശംഖുവിനെയും കളിയാക്കി ചിരിച്ചുകൊണ്ട് അവരങ്ങ് യാത്ര തിരിക്കുക കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ ചിത്തിരയെ നല്ല മനസ്സോടുകൂടി ക്യാപ്റ്റൻ മല്ലികാമ്മയെ ഏൽപ്പിക്കുന്നു. ഇനി ചിത്തിരയ്ക്ക് എന്ത് വന്നാലും ഉറപ്പായിട്ടും ക്യാപ്റ്റൻ കൂടെ ഉണ്ടാകുമെന്ന വാക്കും കൊടുക്കുന്നു. അവർക്ക് സമ്മാനമായിട്ടൊരു വീടും കൊടുത്തു കേട്ടോ. ആ സന്തോഷത്തിൻ്റെ നിർവൃതിയിൽ തന്നെയാണ് ക്യാപ്റ്റനും ശങ്കർദാസും മടങ്ങുന്നത് കേട്ടോ. എന്തായാലും ക്യാപ്റ്റൻ ശംഖുവിനെ ഇട്ട് വട്ടം കറക്കുന്നുണ്ട് പോകുന്ന വഴിക്ക്. എന്നിട്ട് പൊട്ടിച്ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇനി ഒരിക്കലും ഞാൻ ശംഖുവിനെ വേദനിപ്പിക്കത്തില്ല, ഇനി ഞാൻ ശംഖുവിനെ സ്നേഹിക്കുക മാത്രമേ ചെയ്യത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ ചിരിച്ച് സന്തോഷമായിട്ടാട്ടോ പോകുന്നത്. പിന്നീട് ഇവിടെ ഇരുന്നു കൊണ്ട് മല്ലികാമ്മ ക്യാപ്റ്റനെ പറ്റി ചിന്തിക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ചിത്തിര വന്ന് ചോദിക്കുന്നുണ്ട്, എന്താ അച്ഛമ്മ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാൻ മനുഷ്യരുടെ കാര്യം ആലോചിക്കുകയായിരുന്നു മോളെ എന്ന് പറയാട്ടോ ചെയ്യുന്നത്. ക്യാപ്റ്റൻ്റെ സ്വഭാവം എന്ത് പെട്ടെന്നാണ് മാറിയത്, എത്ര വാശിക്കാരിയായിരുന്നു അവർ, നിന്നെ എനിക്ക് എങ്ങനെ വിട്ടു തന്നു, ഇതൊക്കെ സ്വപ്നമാണോ എന്ന് പോലും ഓർത്തിട്ട് ഞാനിങ്ങനെ ഇരിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും പിച്ച് കേട്ടോ ചെയ്യുന്ന ചിത്തു. ഇപ്പം മനസ്സിലായല്ലോ സ്വപ്നമല്ലെന്ന്, സ്വപ്നമായിരുന്നെങ്കിൽ നമുക്ക് ഈ താക്കോല് കിട്ടില്ലായിരുന്നു അച്ഛമ്മയെന്ന് പറയുക കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ പുതിയ വീടിൻ്റെ താക്കോലുമായിട്ടാണ് ചിത്തിരി ഇരിക്കുന്നത്. എന്തായാലും സന്തോഷമായി, പുതിയ വർഷം പുതിയ ജീവിതം, ഇനി നമുക്ക് സന്തോഷവും സമാധാനവും നിറഞ്ഞ ദിവസങ്ങളായിരിക്കുമെന്ന് പറയുക കേട്ടോ ചെയ്യുന്നത്.
എന്തായാലും നമുക്ക് ഈ ന്യൂ ഇയറും അതുപോലെ തന്നെ നമ്മൾ പുതിയ വീടിൻ്റെ പാലുകാച്ചും ആഘോഷിക്കേണ്ട അച്ഛമ്മയെന്ന് പറയട്ടോ ചെയ്യുന്നത്. പിന്നെന്താ, നമുക്ക് ആഘോഷിക്കണം. കാരണം ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ചിത്തു നിന്നെ എനിക്ക് തിരികെ കിട്ടുമെന്ന്. ആ ക്യാപ്റ്റൻ്റെ നല്ല മനസ്സ് കാരണം നിന്നെ എനിക്ക് തിരികെ കിട്ടിയില്ലേ, അത് പിന്നെ ആഘോഷിക്കാതിരിക്കാൻ പറ്റുമോ? എവിടെയൊക്കെ നമ്മൾ താമസിച്ചു, ഏതൊക്കെ പേരുകളിൽ താമസിച്ചു, കള്ളപ്പേരിലും ഒളിച്ചോട്ടവും ഇതെല്ലാം നടന്നില്ലേ നമ്മുടെ ജീവിതത്തിൽ. ഇനി നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കണമെന്ന് പറയാട്ടോ ചെയ്യുന്നത്. അതുകൊണ്ട് പുതിയൊരു വർഷമല്ലേ, നമുക്ക് ആഘോഷിച്ച് കളയാമെന്ന് പറയും. അപ്പോൾ നമുക്ക് വേണ്ടപ്പെട്ടവരെ എല്ലാം വിളിക്കണമെന്ന് പറയാട്ടോ ചെയ്യുന്നത്. പിന്നെന്താ, വിളിക്കാമെന്ന് പറയാട്ടോ ചെയ്യുന്നത്. എന്തായാലും കാറും കോളും ഒക്കെ നീങ്ങിയപ്പോൾ ഒരു മന്ദമാരുതനാണ് വീശുന്നതെന്ന് ചിത്തിര പറയാം. മന്ദമാരുതനോ? അപ്പോൾ ഉടനെ തന്നെ ഇളങ്കാറ്റെന്ന അച്ഛമ്മ അർത്ഥം, അതൊക്കെ എനിക്ക് അറിയാൻ വേണ്ടി പൊട്ടിയെന്ന് മല്ലികാമ്മ പറയുന്നു. പൂന്തോട്ടത്തിൽ കുറേ പൂക്കൾ നിൽക്കുന്നു, അവിടെ ഇളം കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ നമ്മൾ പൂക്കളൊന്നും നുള്ളില്ല. തേൻ തേടി വരുന്ന ചിത്രശലഭങ്ങൾക്ക് ആ പൂക്കൾ ആവശ്യമാണ്, അതുകൊണ്ട് അത് അവിടെ തന്നെ നിൽക്കട്ടെ എന്ന് പറയാട്ടോ ചെയ്യുന്നത് മല്ലികാമ്മ ആലങ്കാരികമായ ഭാഷയിൽ. അപ്പോഴത്തേക്കും ചിത്തിര പറയുന്നുണ്ട്, എന്തായാലും നമുക്ക് പോയി എല്ലാവരെയും വിളിച്ച് കളയാമെന്ന് പറയുന്നു. അങ്ങനെ ആദ്യം സുജയെ വിളിക്കുന്നതിന് വേണ്ടി എത്തുകട്ടോ ചെയ്യുന്നത്. അങ്ങനെ സുജയ്ക്ക് ചിത്തിരയെ കാണുമ്പോൾ വലിയ സന്തോഷമാവുന്നുണ്ട് കേട്ടോ. ഞാൻ പറയാമെന്നും പറഞ്ഞുകൊണ്ട് ചിത്തിര വിളിക്കാനായിട്ട് തുടങ്ങുക കേട്ടോ. പാലുകാച്ചാണെന്നും പുതിയ വീടിൻ്റെ ആണെന്നും എന്തായാലും അങ്കിളും ആൻറ്റിയും വരണമെന്നും ചിത്തിര പറയുന്നു. ഉറപ്പായിട്ടും വരാമെന്ന് പറയുന്നു. ഷാജി എന്തെങ്കിലും ചോദിക്കുമ്പോൾ പുതിയ കമ്പനിയിൽ ജോലി കിട്ടിയെന്ന് പറയാട്ടോ ചെയ്യുന്നത്. വേറെ സീരിയലൊക്കെ കിട്ടിയിട്ടുണ്ട്, അതാണ് പുതിയ കമ്പനിയിലെ ജോലി. അപ്പോൾ എന്തായാലും നാളെ എത്തുമെന്നും സുജ പറയുന്നുണ്ട്. എന്തായാലും ക്യാപ്റ്റന് ചിത്തിരയെ തിരികെ തരാനായിട്ട് തോന്നിയല്ലോ, അവരുടെ വലിയ മനസ്സല്ലേ മല്ലികാമ്മയും ചോദിക്കാട്ടോ ചെയ്യുന്നത്. അത് തന്നെ, അവരെ അങ്ങനെ തീരുമാനിച്ചില്ലായിരുന്നെങ്കിൽ ഒരിക്കലും തിരികെ എനിക്ക് ചിത്തിരെ കിട്ടില്ലായിരുന്നു എന്ന് പറയുന്നു. വിട്ടുകൊടുക്കുന്ന ഒരു സ്നേഹമാണെന്ന് ഇപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ടു മല്ലികാമ്മയെന്ന് സുജ പറയാട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഉടനെ ചിത്തിരയോട് അവർക്കുള്ള സ്നേഹം കൊണ്ടാണ് അവർ ചിത്തിരയെ വിട്ടു തന്നതും. അല്ലെങ്കിൽ പിന്നെ പനി പിടിച്ച ഉടനെ തന്നെ ചിത്തിരെ എനിക്ക് വിട്ടു തരില്ലായിരുന്നു, അവർ ദേഷ്യപ്പെടുകയേ ചെയ്യത്തുള്ളായിരുന്നു. പക്ഷേ എന്നോടൊരു ദേഷ്യവും അവർ കാണിച്ചില്ല, ചിത്തിരെ എനിക്ക് തിരികെ തരിക മാത്രമാണ് ചെയ്തതെന്നൊക്കെ മല്ലികാമ്മ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും അവരുടെ മനസ്സ് മാറിയത് നന്നായി, നിങ്ങൾക്ക് ഒരുമിക്കാൻ സാധിച്ചല്ലോ എന്ന് സുജയും പറയാം ചെയ്യുന്നത്. അപ്പോൾ ഉടനെ തന്നെ ചിത്തിരയെ എല്ലാവർക്കും ഇഷ്ടപ്പെടും, അതിലൊരാളാണല്ലോ ഞാനും എന്ന് സുജ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഞാൻ ചായ എടുക്കാമെന്ന് പറയുമ്പോഴത്തേക്കും മല്ലികാമ്മ പറയുന്നുണ്ട്, വേണ്ട, നിങ്ങൾ രണ്ടുപേരും കൂടെ വന്നാൽ മതി, ഇനിയും ഷിഫ്റ്റിങ്ങും കാര്യങ്ങളും ഉണ്ട്, പുതിയ വീടിൻ്റെ പാലുകാച്ചല്ലേ നാളെ, സാധനങ്ങളെല്ലാം അങ്ങോട്ടേക്ക് മാറ്റി വെക്കുകയൊക്കെ വേണം, അതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞിട്ട് മല്ലികാമ്മ സുജയെ വിളിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ മഹേഷിൻ്റെ വീട്ടിലേക്ക് എത്തുക കേട്ടോ ചെയ്ത. ഹരിക്ക് വലിയ സന്തോഷമാകുന്നുണ്ട് ചിത്തിരയെ കാണുമ്പോഴത്തേക്കും. രാഗിണിയുടെ മുഖം കടന്നൽ കുത്തിയ പോലെ തന്നെ ഇരിക്കുക കേട്ടോ ചെയ്യുന്നത്. മഹേഷിനും വലിയ സന്തോഷമാകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉടനെ മല്ലികാമ്മ ഇങ്ങനെ രാഗിണി നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള മുഖവും വെച്ചുകൊണ്ടിരിക്കുന്നു. അത് മല്ലികാമ്മയ്ക്ക് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉടനെ തന്നെ മഹേഷ് പറയുന്നുണ്ട്, ചേച്ചി ഇരിക്കി ചേച്ചി, ചായ കുടിച്ചിട്ടൊക്കെ പോ. അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും മഹേഷ് നിർബന്ധം പിടിച്ച് മല്ലികാമ്മയെ അവിടെ പിടിച്ചിരുത്തുന്നുണ്ട് കേട്ടോ. ഇത് കാണുമ്പോഴത്തേക്കും രാഗിണിക്കാണെങ്കിൽ അങ്ങോട്ട് കുശുമ്പും അസൂയൊക്കെ തുടങ്ങുക കേട്ടോ ചെയ്യുന്നത്. രാഗിണിയുടെ മുഖമാണെങ്കിൽ ഇപ്പം മല്ലികാമ്മയെ കടിച്ചു കീറുമെന്നുള്ള ഭാവത്തിൽ നിൽക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ മഹേഷ് പറയുന്നുണ്ട്, എന്തായാലും ചിത്തിരെ ചേച്ചിക്ക് തിരിച്ച് കിട്ടിയല്ലോ, ഇനിയിപ്പോൾ എല്ലാം സന്തോഷമായിട്ട് നടക്കുമെന്ന് പറയുന്നു. പിന്നെ ഞങ്ങളിപ്പോൾ വന്നത് തന്നെ അതിൻ്റെ ഭാഗമായിട്ടാണെന്നും എന്തായാലും നാളെ വീടിൻ്റെ പാലുകാച്ചാണ്, നിങ്ങളെല്ലാവരും ആളെ അങ്ങോട്ട് എത്തണമെന്ന് പറയട്ടോ ചെയ്യുന്നത്. ഇത് കേൾക്കുന്ന മഹേഷിന് വലിയ സന്തോഷമാണ്. ഇത് സന്തോഷമുള്ള കാര്യമാണല്ലോ, ഉറപ്പായിട്ട് ഞങ്ങൾ വരുമെന്ന് പറഞ്ഞു. അപ്പോൾ രാഗിണി ഇങ്ങനെ നോക്കുന്നു, ആര് വരും, ഞാനങ്ങ് വരാൻ പോകുന്നില്ല എന്നുള്ള രീതിയിൽ കേട്ടോ. അപ്പം മല്ലികാമ്മ ഇങ്ങനെ രാഗിണിയെ നോക്കുന്നുണ്ട്. രാഗിണി പല കാര്യങ്ങളും മല്ലികാമ്മയോട് പറഞ്ഞതാണല്ലോ, ഇനിയും എൻ്റെ ഭർത്താവിനെ വിളിക്കരുത് എടുക്കരുത് എന്നൊക്കെ ഉള്ള രീതിയിൽ, എനിക്കെൻ്റെ ഭർത്താവ് മാത്രമേ ഉള്ളൂ, നിങ്ങളാണ് എല്ലാത്തിനും കാരണക്കാരി എന്നുള്ള രീതിയിലാണ് രാഗിണി സംസാരിച്ചത്. എന്തായാലും ചിത്തുവിനെ കിട്ടിയില്ലേ, ഇത്രയ്ക്ക് വലിയ ഭാഗ്യം ഇനി വരാനില്ലെന്ന് മഹേഷ് ചോദിക്കുമ്പോഴത്തേക്കും മല്ലികാമ്മ പറയുന്നുണ്ട് കേട്ടോ. അത് വലിയൊരു ഭാഗ്യം തന്നെയാണ്, ക്യാപ്റ്റനെ എനിക്ക് ഇവളെ തിരിച്ചു തരാനായിട്ട് തോന്നിയത്, ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് ഇപ്പോൾ പോലും കിട്ടത്തില്ലായിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഉടനെ രാഗിണിക്ക് അത് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് രാഗിണി പറയാം കേട്ടോ ചെയ്യുന്നത്, തിരിച്ചു തന്ന ക്യാപ്റ്റൻ തന്നെ വീണ്ടും തിരിച്ചെടുത്തുകൊണ്ട് പോകാം, അതിനുമുള്ള സാധ്യതയുണ്ടല്ലോ എന്ന് ചോദിക്കുക കേട്ടോ ചെയ്യുന്നത്. ഇത് കേൾക്കുന്ന മഹേഷും മറ്റും ഞെട്ട് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഉടനെ ചിത്തിര പറയുന്നുണ്ട്, അവരെന്നേക്കുമായിട്ടാണ് എന്നെ അച്ഛമ്മയെ ഏൽപ്പിച്ചത്, ഇനി അവരെ തിരിച്ചൊന്നും എന്നെ കൂട്ടിക്കൊണ്ട് പോകില്ല എന്ന് പറയും. അതൊന്നും പറയാനായിട്ട് സാധിക്കത്തില്ല, സാഹചര്യങ്ങൾ മാറുന്നതിനനുസരിച്ച് മനുഷ്യൻ്റെ സ്വഭാവവും മാറാമല്ലോ, അവർ വന്ന് തിരിച്ച് വിളിച്ചോട് പോയിക്കൂടായികയൊന്നും ഇല്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും മല്ലികാമ്മ പറഞ്ഞു, അങ്ങനെ പോയിക്കൂടായികയൊന്നും ഇല്ല എന്ന് പറയും. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്, എപ്പോൾ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും സംഭവിക്കാം, മനുഷ്യൻ്റെ കാര്യമല്ലേ, ഇന്നെടുക്കുന്ന തീരുമാനമായിരിക്കില്ല നാളത്തെ തീരുമാനം എന്നൊക്കെ കുത്തിക്കൊണ്ട് പറയുക കേട്ടോ ചെയ്യുന്നത്. അപ്പം മല്ലികാമ്മ ഇങ്ങനെ രാഗിണിയെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പം അവിടെ മഹേഷ് പറയുന്നുണ്ട്, അങ്ങനെയൊന്നും വരാനായിട്ട് പോകുന്നില്ല, നീ നിൻ്റെ നാക്ക് വളച്ച് ഓരോന്ന് പറയാതെ മിണ്ടാതിരിക്കാനായിട്ട് പറയും, എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യം ഞാൻ പറഞ്ഞതേ ഉള്ളൂ, അങ്ങനെ സംഭവിക്കാതിരിക്കാനൊന്നും സാധ്യതയില്ലായികയില്ലല്ലോ, അവർക്ക് ഇപ്പോൾ എടുത്ത തീരുമാനം ആളെ
ആളെ മാറ്റണമെന്ന് തോന്നി അവർ വന്ന് വിളിച്ചിട്ട് പോയാൽ കൊടുത്തല്ലേ പറ്റുള്ളൂ, അവർ ദത്തെടുത്ത കുട്ടിയല്ലേ എന്നൊക്കെ പറയാം കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ചിത്തിര പറയുന്നുണ്ട്, മാമൻ പറഞ്ഞതുപോലെ ഇനി അവർ വരാനൊന്നും പോകുന്നില്ല, അത് തന്നെയാണ് ഇനി നടക്കാൻ പോകുന്നത്. ചിത്തിര തീർത്ത് അങ്ങ് പറയാം കേട്ടോ ചെയ്യുന്നത്. നീ പോയി ചായ എടുക്കുന്ന രാഗിണിയോട് പറയുന്നു, പാലില്ല എന്ന് രാഗിണി പറയുന്നു. അപ്പം മല്ലികാമ്മയ്ക്ക് മനസ്സിലാവുന്നതുകൊണ്ട് മനഃപൂർവ്വം ചായ ഒന്നും വേണ്ട, ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കാൻ വന്നേ ഉള്ളൂ, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ കട്ടൻ എടുത്താൽ മതി എന്ന് മഹേഷ് പറയുമ്പോഴത്തേക്ക് രാഗിണി കൂട്ടാക്കണില്ല കേട്ടോ. ഹരിയെടുക്ക പറയുന്നുണ്ട്, നിങ്ങൾ അച്ഛനെയും അമ്മയും കൂട്ടിക്കൊണ്ട് അങ്ങ് നേരത്തെ എത്തിക്കണമെന്ന് പറയാം കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ എന്നിട്ട് മല്ലികാമ്മ അവിടെ നിന്ന് പോകും. നീ എന്ത് പറച്ചിലാടി പറഞ്ഞത്, ഇങ്ങനെയൊക്കെയാണോ പറയുന്നത്, അവർക്ക് എന്ത് തോന്നി കാണുമെന്ന് മഹേഷ് ദേഷ്യപ്പെടുക കേട്ടോ ചെയ്യുന്ന രാഗിണിയോട്. എൻ്റെ സ്വഭാവം ഇങ്ങനെയൊക്കെ തന്നെയാണ്, ഇഷ്ടപ്പെടുന്നവരങ്ങ് ഇഷ്ടപ്പെട്ടാൽ മതി, അല്ലാത്തവരാരും എനിക്ക് ഇഷ്ടപ്പെടണമെന്ന് എനിക്ക് ഒരു നിർബന്ധവും ഇല്ലാന്ന് പറഞ്ഞ് രാഗിണി അകത്ത് കയറിപ്പോന്നു. മഹേഷ് ദീന്നും പറഞ്ഞുകൊണ്ട് ചെല്ലുമ്പോഴത്തേക്കും ഹരി പറയുന്നുണ്ട്, വേണ്ട അച്ഛാ, വഴക്കുണ്ടാക്കാൻ പോയി കഴിഞ്ഞാൽ നാളെ നമുക്ക് ഇവിടുന്ന് പോകാനായിട്ട് സാധിക്കത്തില്ല പരിപാടിക്ക്, അതുകൊണ്ട് ഇപ്പോഴത്തേക്ക് വിട്ടേക്ക് എന്ന് പറയട്ടെ ചെയ്യുന്നത്. എന്നാലും എന്തൊരു സ്വഭാവമാണ്, ഒരു മനുഷ്യപ്പറ്റില്ലല്ലോ എന്ന് മഹേഷ് രാഗിണിയെ പറ്റി പറയുന്നു. പിന്നീട് ഇവിടെ ഗൂഢാലോചനകൾ നടക്കുക കേട്ടോ ചെയ്യുന്നത്, നായിക്കും പ്രതിഭയും തമ്മിൽ. അപ്പോൾ ഒരു വാടക കൊലയാളിയെ നായിക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് ചിത്തിരിയും മല്ലികാമയും കൊല്ലുന്നതിന് വേണ്ടിയിട്ട് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ ആളെന്നും പറഞ്ഞുകൊണ്ട് നായിക്ക് പരിചയപ്പെടുത്തുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഉടനെ തന്നെ പ്രതിഭ പറയുന്നുണ്ട്, ഇതുപോലെ കുറേ ആളെ ഞാൻ കൊണ്ടുവന്നതാണല്ലോ, എന്തായാലും കാര്യം നടക്കട്ടെ, അതിനുശേഷം വല്ലതും പറഞ്ഞാൽ മതി എന്ന് പറയുക കേട്ടോ ചെയ്യുന്നത്. അവർ നിസ്സാരക്കാരികളൊന്നും അല്ല, രണ്ടുപേരും ഉണ്ടല്ലോ വിളഞ്ഞ വിത്തുകളാണ്. ഇതുപോലെ തന്നെ ഒരുപാട് പൊങ്ങച്ചങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പോഴൊന്നും കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. താനേ ഇയാളെ കൊണ്ട് മര്യാദയ്ക്ക് ജോലി ചെയ്യിപ്പിക്കുക, അതിനുശേഷം നമുക്ക് പറയാം ഇയാൾ ഏത് കൊമ്പത്തെയാണെന്നൊക്കെ എന്ന് പറയാം കേട്ടോ ചെയ്യുന്നത്. ഇത് നടക്കും മാഡം, നാളെ അവർ പുതിയ വീട്ടിലേക്ക് പാലുകാച്ചിന് കയറുമ്പോഴത്തേക്കും അവരുടെ കൂടെ ഒരു അതിഥി കൂടെ ഉണ്ടാകും, അത് ഇവനായിരിക്കുമെന്ന് പറയട്ടോ നായിക്ക്. ഇവനെന്ന് പറഞ്ഞാൽ മരണം എന്നിങ്ങനെ പറയട്ടോ ചെയ്യുന്നത്. പുതിയ അതിഥിയായിട്ട് അവർക്കൊപ്പം ഇനി ഈ മരണവും കൂടെ ഉണ്ടാകും ഇവൻ്റെ രൂപത്തിലെന്ന് നായിക്ക് പറയുന്നു. ഇതൊക്കെ ഞാൻ കുറേ കേട്ടിട്ടുണ്ട് എന്നുള്ള ഭാവത്തിൽ ഇങ്ങനെ പ്രതിഭ നിൽക്കുക കേട്ടോ ചെയ്യുന്നത്. ആദ്യം കാര്യം നടക്കട്ടെ, അതിനുശേഷം ഇതൊക്കെ സമ്മതിച്ച് തരാമെന്ന് പറയുക കേട്ടോ ചെയ്യുന്നത്. അതിൻ്റെ പ്രതിഭ ചോദിക്കുന്നു, തനിക്കിങ്ങനെ ഇവനെ പരിചയമെന്ന് ചോദിക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഉടനെ തന്നെ നായിക്ക് പറയുന്നുണ്ട്, ഇവൻ 4 കൊലപാതകം ചെയ്തിട്ടുണ്ട് മാഡം, അതിൽ 2 എണ്ണം എനിക്ക് വേണ്ടിയാണ് ചെയ്തത്. അയ്യോ, താൻ നിസ്സാരക്കാരനല്ലല്ലോ എന്ന് ചോദിക്കുക കേട്ടോ ചെയ്യുന്നത് പ്രതിഭ. അപ്പോൾ പറഞ്ഞു, ഇവിടെയല്ല മാഡം, മംഗലാപുരത്താണ് എനിക്ക് വേണ്ടി 2 കൊലപാതകം ചെയ്തത്. മംഗലാപുരത്തെ നായിക്ക് വേറെ, കേരളത്തിലെ നായിക്ക് വേറെ, മംഗലാപുരം വേറെ, കേരളം വേറെ എന്ന് പറയട്ടോ ചെയ്തത്. പിന്നെ അവർ 2 പേരും നിസ്സാരക്കാരൊന്നും അല്ല എന്ന് വാടക കൊലകളോട് പറയട്ടോ ചെയ്യുന്ന പ്രതിഭ. ആ 2 പേരും ഉണ്ടല്ലോ വിളഞ്ഞ വിത്തുകളാണ്, ബുദ്ധി ഭയങ്കര കൂടുതലാണ്, 2 ഭാഗ്യം ഇഷ്ടം പോലെയും ഉണ്ട്. അതുകൊണ്ട് താനൊരു കത്തി എറിയുമുണ്ടല്ലോ അത് പൂവായിട്ട് മാറുമെന്നൊക്കെ കൊലയാളിയോട് പറയുന്നുണ്ട് കേട്ടോ. മാഡം അതൊന്നും ഓർത്ത് പേടിക്കണ്ട, ഞാൻ പറഞ്ഞില്ലേ ഇവനെ ആള് പുലിയ, അവൻ പോയി കാര്യങ്ങളൊക്കെ ചെയ്തോളും എന്ന് പറയുക കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് നായിക്കങ്ങ് ചിരിക്കുക കേട്ടോ ചെയ്യുന്നത്. താമസിയാതെ നമുക്കൊരു സന്തോഷ വാർത്ത കിട്ടും, ഈ ന്യൂ ഇയർ നമുക്കും അടിച്ചു പൊളിക്കാനുള്ള വകയുണ്ടാക്കുമെന്ന് പറയുക കേട്ടോ ചെയ്യുന്നത്. എന്തായാലും കാര്യങ്ങൾ നടക്കട്ടെ, അതിനുശേഷം നമുക്ക് തീരുമാനിക്കാം. കാര്യം കൃത്യമായിട്ട് നടന്നാലുണ്ടല്ലോ തനിക്ക് തന്നെ ഉദ്ദേശിക്കുന്നതിനെക്കാട്ടി കൂടുതൽ പണം ഞാൻ തരും, മുൻ മുഖ്യമന്ത്രിയായിരുന്നു ഞാൻ, എൻ്റെ വാക്കിന് അത്രത്തോളം വിലയുണ്ടെന്നൊക്കെ പ്രതിഭ പറയുക കേട്ടോ ചെയ്യുന്നത്. അവൻ നടത്തി തരും, ഞാൻ പറഞ്ഞില്ലേ മാഡം 4 കൊലപാതകം ചെയ്ത ആളാണ്, എനിക്ക് അത്രത്തോളം പരിചയമുണ്ട്, പോലീസിന് പോലും ഇതുവരെ പിടിക്കാനായിട്ട് സാധിച്ചിട്ടില്ല എന്നൊക്കെ നായിക വീമ്പ് പറയുക കേട്ടോ ചെയ്യുന്നത്. എന്തായാലും കാര്യങ്ങളൊക്കെ നടക്കട്ടെ എന്ന് പറയും. അപ്പോൾ ഉടനെ തന്നെ ആ കൊലയാളി പറയുന്നുണ്ട് കേട്ടോ, എനിക്ക് വലിയ അവകാശവാദങ്ങളൊന്നും തന്നെ ഇല്ല, ഞാൻ ചെയ്തു കഴിഞ്ഞിട്ട് നമുക്ക് കാണാമെന്ന് പറഞ്ഞിട്ട് അയാൾ അങ്ങ് നടന്ന് നീങ്ങുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ തന്നെ പ്രതിഭ നായിക്കിൻ്റെ അടുക്ക പറയുന്നുണ്ട്, കണ്ടിട്ട് കൊള്ളാമെന്ന് തോന്നുന്നു, കാര്യം നടക്കുമായിരിക്കും അല്ലേടോ എന്ന് പറയും. പിന്നെ എപ്പം നടന്നു എന്ന് ചോദിച്ചാൽ പോരെ മാഡം, ഞാൻ എന്തായാലും പോയി ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടെന്നും പറഞ്ഞുകൊണ്ട് നായിക്കും പോവുക കേട്ടോ ചെയ്യുന്നത്.